ചെർപ്പുളശ്ശേരിയിൽ വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പിടിയിൽ. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മണിക്കൂറുകൾക്കകം പട്ടാമ്പിയിൽ നിന്നാണ് പ്രതി സത്യനെ പോലീസ് പിടികൂടിയത്. കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കൊലപാതകമുണ്ടായത്. മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന സുനിതയാണ് കുത്തേറ്റ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് സത്യനുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. കൊല നടത്തി ഒളിവിൽ പോയ പ്രതി ഭർത്താവ് സത്യനെയാണ് പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ഉച്ചയോടെ പിടികൂടിയത്. മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ MB രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി പട്ടാമ്പിയിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പട്ടാമ്പിയിലെത്തിയത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ബസ്സുകളിലും പരിശോധന നടത്തി. തുടർന്ന് പട്ടാമ്പി പള്ളിപ്പുറം റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. പ്രതി സ്വകാര്യ ബസ്സിൽ കടന്നുകളയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൃത്താല ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലും പരിശോധന നടത്തിയിരുന്നു. സുനിതയുടെ നെഞ്ചിലും വാരിയലിലുമാണ് കുത്തേറ്റത്. ബഹളം കേട്ട് സുനിതയുടെ മകനെത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. പൊന്നാനി പെരുമ്പടപ്പ് സ്വദേശിനി സുനിതയും കുടുംബവും 2 മാസം മുൻപാണ് മകനൊപ്പം ചെർപ്പുളശ്ശേരിയിലേക്ക് താമസം മാറിയത്. NCV ന്യൂസ്, തൃത്താല. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാളിന് എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.